ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോവെച്ചു. ഞാൻ രഘുനന്ദനൻ എം പി. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ടുള്ള ക്ലാസ്സാണെന്ന്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നൊരു ഭാഗമാണ് വിദ്യാഭ്യാസ അവകാശം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? കാരണം നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഓർത്തു വയ്ക്കുക, 86-ാം ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 86-ാം ഭേദഗതി. ഈ ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചു. അപ്പം നമ്മൾ ഈ ചോദ്യം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉത്തരങ്ങളും കിട്ടി. ഇത് ശരിയായ പ്രസ്താവനയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് കിട്ടിയത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ. അവർക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 21A. നമുക്കറിയാം മൗലികാവകാശങ്ങൾ ഏതു മുതൽ ഏതുവരെയാണ്? 12 മുതൽ 32 വരെയാണ്. 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതു മുതൽ ഏതുവരെയാണ്? 12 മുതൽ 35 വരെ. അതിൽ നമുക്കറിയാം 6 മൗലികാവകാശങ്ങളാണ്. ഓർക്കണം, ഒന്നാമത്തേതാണ് സമത്വം, അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യം. 3 അപ്പോൾ സമത്വം, സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം. ഇനി 4-മത്തേത് എന്ന് പറയുന്നത് എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 5-മത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾ. അങ്ങനെ 6 അവകാശങ്ങളാണ്, മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഈ 86-ാം ഭേദഗതി 21A വന്നിട്ടുള്ളത്. ഈ 21A എന്ന് പറഞ്ഞാൽ ഇപ്പം സമത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ 19 മുതൽ 22 വരെയാണ്. ഈ 19 to 22 വരുന്നതാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി മാറിയത്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അന്തസ്സായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. അതിന് വിദ്യാഭ്യാസം വേണ്ടേ? അതുകൊണ്ടാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. അപ്പോൾ 21A ആണ് അതിൻ്റെ വകുപ്പ്. വയസ്സ് 6 മുതൽ 14 വരെയാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ്. 86-ാം ഭേദഗതിയാണ്. 21A വകുപ്പാണ്. അപ്പോൾ ഈ 2 ശരിയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. സർക്കാർ അതിൻ്റെ സൗകര്യമൊരുക്കണം. അതായത് പ്രാദേശിക ഭരണകൂടങ്ങളാകട്ടെ, മറ്റേ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കൊക്കെ അത് ബാധ്യതയായി മാറി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കടമയായിട്ട് മാറി. ഈ ഭേദഗതി പാസ്സാക്കിയത് 2014 എന്നുള്ളത് തെറ്റാണ്. ഈ ഭേദഗതി പാസ്സാക്കുന്നത് 2009 ആഗസ്റ്റ് 26 ഭേദഗതി പാസ്സാക്കിയത് 2009. നിയമം നിലവിൽ വന്നത് ഓഗസ്റ്റ് 2009 ആഗസ്റ്റ് 26 അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഈ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ അതിൽ 4-മത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പം നേരത്തെ ചോദ്യം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ ബൗൺസിങ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ബൗൺസിങ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാം. 2020 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അനുച്ഛേദം ഏതിലാണ്? 21A. സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. 19 മുതൽ 21A വരെ. അതിൽ 19-ൽ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. 19-ൽ എന്ന് പറയുന്നത് 19-ൽ പ്രകാരം നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമുക്ക് 6 മൗലികാവകാശമുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സമത്വം, സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള
സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. പിന്നെ ഈ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അങ്ങനെ 6 അവകാശങ്ങൾ. ഈ 6 അവകാശങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലെ ഒരു വകുപ്പാണ് 19. ആ 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ അല്ല അവിടെ പറയുന്നത്, മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതിലൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 3 സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് നമുക്ക്. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ അത് 19-ൽ ഒന്നാണ്. പക്ഷെ വിദ്യാഭ്യാസ അവകാശം 21(a)യിലാണ്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1 ശരിയായതൊക്കെ നമ്മൾക്ക് എടുക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. ഇതും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയാണ്. അപ്പോൾ അവിടെ 3 ശരിയാണ്. എന്നാൽ 2009 ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ്. 2010 ഏപ്രിൽ 1-നാണ് ഈ അവകാശം നിലവിൽ വരുന്നത്. പാസ്സാവുന്നത് 2009 ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ പ്രസ്താവന 1, 2, 3 ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ശരി ഉത്തരം വരുന്നത് ഡി പ്രസ്താവന 1, 2, 3 ബി പ്രസ്താവനയാണ് ശരി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഏതാ ഭേദഗതി? 76-ാം ഭരണഘടനാ ഭേദഗതിയാണെന്നാണ് ഇവിടെ ഉത്തരത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ ശരിയല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ 1 ശരിയല്ലാത്തതാണ്. ശരിയല്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടിക്കിട്ടത്. കാരണം ചോദ്യം അങ്ങനെയാണല്ലോ. ഭരണഘടനയുടെ വകുപ്പ് 21(a)യിൽ അത് ശരിയാണ്. അപ്പൊ അത് വരേണ്ട ആവശ്യമില്ല. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അപ്പോൾ ഇവിടെ 1 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് സി 1 മാത്രം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ വിദ്യാഭ്യാസ അവകാശ നിയമം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. അടുത്തുള്ള സ്കൂളിൽ, അയൽപക്ക സ്കൂൾ എന്ന് പറയും, അടുത്തുള്ള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ കുട്ടികൾക്ക് ഈ അവകാശം ലഭിക്കും. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം. നിർബന്ധിത പ്രവേശനമാണ്. അയൽപക്ക സ്കൂളിൽ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അതിന് ചേരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് നിർബന്ധമായും പ്രവേശനം കൊടുക്കണം. ഹാജർ ഉറപ്പുവരുത്തണം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കൽ എന്നിവ ഉറപ്പാക്കാനുള്ള ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇതിലൂടെ ഉറപ്പാക്കിയത്. അപ്പൊ സൗജന്യമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും പൂർത്തിയാക്കുന്നതിൽ നിന്നും കുട്ടിയെ തടയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് പാടില്ല, ചാർജ് പാടില്ല, ചെലവുകൾ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും പങ്കുണ്ട്. സാമ്പത്തികവും മറ്റുത്തരവാദിത്തങ്ങളും പങ്കിടുന്നതിൽ ഗവൺമെന്റുകൾ, പ്രാദേശിക അധികാരികൾ, മാതാപിതാക്കൾ എന്നിവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കും. വിദ്യാർത്ഥി അധ്യാപക അനുപാതം, കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ, അധ്യാപകരുടെ ജോലി സമയം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും ഈ നിയമം പ്രതിപാദിക്കുന്നുണ്ട്. ശാരീരിക ശിക്ഷ പാടില്ലട്ട, മാനസിക പീഡനം പാടില്ല, കുട്ടികളുടെ പ്രവേശനത്തിന് സ്ക്രീനിങ്, അതായത് അവിടെ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്താനോ അവരെ പരിശോധിക്കാനൊന്നും പാടില്ല, ക്യാപിറ്റേഷൻ ഫീസ് പാടില്ല, അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ, ഇതൊക്കെ ഈ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ നടത്തുന്നതൊക്കെ ഈ നിയമം മൂലം തടയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21(a) 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആദ്യത്തെ ചോദ്യം അവിടെ ഉത്തരമായി വന്നിരിക്കുന്നു, 86-ാം ഭേദഗതി. തലതിരിച്ച് ചോദിച്ചു എന്ന് മാത്രം. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2010 ഏപ്രിൽ 1-നാണ് എന്നാണ് ഉത്തരം. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്തു, 21(a)യിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മറ്റൊരു രീതിയിൽ ചോദിച്ചു, അതും അനുച്ഛേദം 21(a) ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം
മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 21A. കണ്ടുവോ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഭരണഘടനയുടെ നിയമവും 86-ാം ഭരണഘടനാ ഭേദഗതി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അനുച്ഛേദം 21A പ്രകാരം ഇത് കൂട്ടിച്ചേർത്തു. അങ്ങനെ ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ചാണ് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. 2009 ആഗസ്റ്റ് 26-നാണ് ഇത് പാസാക്കിയ വർഷം. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ഇതിനൊരു ഭേദഗതി 2019 വന്നിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചോളൂ. ഭേദഗതി 2019 ജനുവരി 3-ന് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10-നാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.